വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിൽ പലരും ഇലകളൊക്കെ പല രീതിയിൽ പ്രിസർവ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് ഫ്ലോപ്പായി പോയവരായിരിക്കും. ഞാൻ ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് റിസൾട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഫസ്റ്റ് ഇത് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കാം. അധികം തളിരല്ലാത്ത ഇല എടുക്കുകയായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ സിലിക്ക ജെല്ലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോർമലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഇലയെല്ലാം ആദ്യം ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിൽ പൊടിയും പിന്നെ ആ ഒരു മോയ്സ്ചർ കണ്ടൻ്റൊക്കെ പൊക്കോളും. ആദ്യം നമുക്കൊരു പേപ്പർ എടുത്ത് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇല വെച്ചിട്ട് വീണ്ടും ഒരു പേപ്പർ വെച്ച് ഇതിനെ കവർ ചെയ്യാം. എന്നിട്ട് ഒരു അയൺ ബോക്സ് എടുത്ത് അതൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇല തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് സിമ്പിളാണ്. പിന്നെ അയൺ ബോക്സ് വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഈ ഒരു ഫർ ക്ലോത്തിന് ഒന്നും പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ആ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ആദ്യത്തെ 2 ഇലയായിരുന്നു നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തത് നോർമലായിട്ടുള്ള ഇല തന്നെയാണ്. അപ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ പറിച്ചിട്ട് അധികം ടൈം ആവാത്ത ഒരിലയാണ്. അപ്പോൾ ഇതിനെടുത്ത് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇനി ഞാൻ കുറച്ചെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കുന്നില്ല, ബുക്കിൻ്റെ ഉള്ളിൽ വെക്കുന്നില്ല. പക്ഷെ ഞാനൊരു ഈവനിങ് ഒക്കെ ആയിട്ട് എന്ന് വെച്ചാൽ പറിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ 3ൻ്റെയും അപ്ഡേറ്റ്സ് ഞാൻ കമ്മിങ് ഡേയ്സിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന 2 ലീഫ് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് പറിച്ചിട്ട് അധികം ലേറ്റ് ആവാണ്ട് എടുത്ത് വെച്ച് പറഞ്ഞാണ്. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലീനാണ്. പിന്നെ ഇതിൻ്റെ 2 സൈഡിൽ നിന്നും അതിൻ്റെ വെയിൻസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി വേറെ ഒരെണ്ണമുണ്ട്. അത് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിനകത്ത് കുറേ ചുക്കി ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ 2ൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കളറിനാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറിനാണെങ്കിലും എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാനാണെങ്കിൽ ഓൾവേസ് ഞാൻ ആ ഒരു ഫസ്റ്റ് മെത്തേഡാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടൊക്കെയാണിത്. മേ ബി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയായാലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയ റിസൾട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.